പ്രിയമുള്ളവരെ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അടിസ്ഥാനത്തിൽ നോക്കിയാൽ കേരളത്തിൽ UDF ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ ജില്ല കോഴിക്കോടാണ് എന്ന് വ്യക്തമാകും. കാരണം ചരിത്രത്തിൽ ആദ്യമായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് UDFന് അധികാരത്തിലെത്തുവാൻ കഴിഞ്ഞു. കപ്പിനും ചുണ്ടിനുമിടയ്ക്ക് UDFന് കോഴിക്കോട് കോർപ്പറേഷന്റെ ഭരണം നഷ്ടമായി എങ്കിലും ആകെയുള്ള 13 നിയമസഭാ മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്താൽ 10 നിയമസഭാ മണ്ഡലങ്ങളിലും UDF ലീഡ് ചെയ്യുന്നു എന്ന് വ്യക്തമാണ്. അതായത് ഈ റിസൾട്ട് നിലനിർത്തുവാൻ കഴിഞ്ഞാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് നിന്നുള്ള ആകെ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ 10 എണ്ണത്തിലും UDFന് വിജയിക്കുവാൻ കഴിയും എന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. പ്രത്യേകിച്ചും ലീഗ് മത്സരിക്കുന്ന കുറ്റ്യാടി, പേരാമ്പ്ര, കൊടുവള്ളി, തിരുവൻപാടി, കുന്ദമംഗലം, കോഴിക്കോട് സൗത്ത് എന്നീ നിയമസഭാ മണ്ഡലങ്ങളിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ UDF ലീഡ് ചെയ്യുന്നു. ഇതിൽ പേരാമ്പ്ര എന്ന് പറയുന്നത് TP രാമകൃഷ്ണൻ എന്ന് പറയുന്ന UDFന്റെ കൺവീനർ മത്സരിച്ച് വിജയിച്ച ഒരു സ്ഥലമാണ് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇവിടെ 32,000-ൽ പരം വോട്ടുകൾക്കാണ് കഴിഞ്ഞ പ്രാവശ്യം LDF അവിടെ വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെയും UDF ലീഡ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പുറത്ത് കോൺഗ്രസിന്റെ ഒരു സൈഡ് എടുത്താൽ ബാലുശ്ശേരി, കൊയിലാണ്ടി, നാദാപുരം എന്നീ കോൺഗ്രസ് മത്സരിക്കുന്ന സ്ഥലങ്ങളിലും ഈ നിയമസഭാ മണ്ഡലത്തിന്റെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അടിസ്ഥാനത്തിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നുണ്ട്. ബേപ്പൂരിലാണെങ്കിൽ വെറും 2,000-ൽ പരം വോട്ടുകൾക്ക് മാത്രമാണ് LDF ലീഡ് ചെയ്യുന്നത്. അവിടെയും ഒരുപക്ഷെ PV അൻവർ ബേപ്പൂരിൽ മത്സരിക്കും എന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. ആ മണ്ഡലത്തിൽ PV അൻവർ മത്സരിക്കുന്ന പക്ഷം ആ മണ്ഡലവും UDFന്റെ ലിസ്റ്റിലേക്ക് വരുവാനുള്ള സാധ്യതയുണ്ട്. അതായത് 11 നിയമസഭാ മണ്ഡലങ്ങൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ UDFലേക്ക് വന്നു ചേരാനുള്ള സ്ഥിതിയുണ്ട്. ബേപ്പൂരിൽ ഇപ്പോൾ LDF ആണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ ലീഡ് ചെയ്യുന്നതെങ്കിലും അവിടെ PV അൻവർ സ്ഥാനാർത്ഥിയായി വരുന്ന പക്ഷം അവിടെയും രാഷ്ട്രീയ ചിത്രങ്ങൾ മാറുവാൻ സാധ്യതയുണ്ട് എന്ന ഒരു വിശകലനം തന്നെയാണ് പ്രധാനമായും രാഷ്ട്രീയ വിശാരദന്മാർക്കിടയിൽ നടക്കുന്നത്. പിന്നെ ഏലത്തൂരും കോഴിക്കോട് നോർത്തുമാണ് LDFന് ലീഡുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ ലീഡുള്ള സീറ്റുകൾ എന്ന ഒരു വിശകലനം വരുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം അവിടെ UDFന് ഉണ്ടാക്കുവാൻ കഴിയുന്നുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യമായി അവിടെ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ചും വടകര ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ UDF നേടുന്ന ഈ വലിയ ലീഡിന് ഒരു പരിധിവരെ ഷാഫി ഇഫക്റ്റ് കാരണമാകുന്നു എന്ന ചർച്ചയും വരുന്നുണ്ട്. അതായത് ഷാഫി വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ആ സ്ഥലങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നാദാപുരം, കൊയിലാണ്ടി മുതലായ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് എന്ന ഒരു വലിയ വിശദീകരണവും ഇതോടനുബന്ധിച്ച് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കുറ്റിച്ചിറയിൽ അവിടെ ഇപ്പോൾ കൗൺസിലായി ജയിച്ചിട്ടുള്ള ഫാത്തിമ തഹ്ലിയ അവരൊരു പക്ഷേ നിയമസഭയിലേക്ക് കോഴിക്കോട് സൗത്തിൽ നിന്ന് മത്സരിക്കുവാനുള്ള ഒരു സാധ്യത ചർച്ച ചെയ്യപ്പെടുകയാണ്. അതായത് ഫാത്തിമ തഹ്ലിയ അവിടെ കോർപ്പറേഷനിൽ UDFന്റെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു പരിഗണിക്കപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ കോർപ്പറേഷനിൽ UDF അധികാരത്തിൽ വരുന്ന ഒരു സ്ഥിതിവിശേഷമല്ല ഉള്ളത്. LDF അവിടെ അധികാരം തുടരുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഫയർ ബ്രാൻഡുകളിലൊന്നായ യൂത്ത് ലീഗിന്റെ ഫയർ ബ്രാൻഡുകളിലൊന്നായ ഫാത്തിമ തഹ്ലിയെ വെറും കോർപ്പറേഷൻ കൗൺസിലറായി നിലനിർത്തുവാൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചിട്ടില്ല. അവരെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കും എന്നു തന്നെയാണ് വിശദീകരണങ്ങളിലൊക്കെ വരുന്നത്. ലീഗിന്റെ കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളും അങ്ങനെ തന്നെയാണ്. കാരണം കോഴിക്കോട് സൗത്ത് പിടിച്ചെടുക്കുക എന്ന ഉദ്യമം ഫാത്തിമ തഹ്ലിയയെ ഏൽപ്പിക്കും എന്ന ഒരു നിഗമനം തന്നെയാണ് വരുന്നത്. 2021-ൽ അഡ്വക്കേറ്റ് നൂർബിന റഷീദ് അഹമ്മദ് തേവർകോവിൽ മുൻ മന്ത്രിയോട് 12,549 വോട്ടുകൾക്ക് പരാജയപ്പെട്ട ഈ മണ്ഡലം ഒരുപക്ഷെ ഫാത്തിമ തഹ്ലിയയിലൂടെ മുസ്ലിം ലീഗ് UDF തിരികെ പിടിക്കും എന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത് എന്ന ഒരു ചർച്ച വരുന്നുണ്ട്. പ്രത്യേകിച്ച് 2 പ്രാവശ്യമാണ് അവിടെ മുസ്ലിം ലീഗിലെ വനിതാ സ്ഥാനാർത്ഥികൾ മത്സരിച്ചിട്ടുള്ളത്. 2021-ൽ നൂർബിന റഷീദും 1996-ൽ കോഴിക്കോട് സൗത്തിൽ നിന്ന് കമറുനിസ അൻവറും അന്ന് എളമരം കരീമിനോട് അവർ 8,776 വോട്ടുകൾക്ക് പരാജയപ്പെടുകയായിരുന്നു. മുൻ IAS ഉദ്യോഗസ്ഥ കൂടിയായ കമറുനിസ അൻവർ. അങ്ങനെ സ്ത്രീകൾ മത്സരിച്ച 2 ഇലക്ഷനും ലീഗ് അവിടെ നഷ്ടപ്പെട്ടു എന്ന ഒരു അപമാനം ലീഗിനെ സംബന്ധിച്ച് ഇവിടെ ഉണ്ട്. പ്രത്യേകിച്ചും ലീഗിന് ഒരു വനിതാ സ്ഥാനാർത്ഥിയെ പരീക്ഷിക്കുവാൻ പറ്റുന്ന സ്ഥലമാണ് കോഴിക്കോട് സൗത്ത്. എങ്കിലും 2 പ്രാവശ്യം വനിതാ സ്ഥാനാർത്ഥികളെ പരീക്ഷിച്ചുവെങ്കിലും അവിടെ പരാജയപ്പെട്ടിട്ടുണ്ട്. ലീഗിന് ആ അപവാദം മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഫാത്തിമ തഹ്ലിയെ മത്സരിപ്പിച്ചു വിജയിപ്പിക്കും എന്ന ഒരു വാശിയിൽ തന്നെയാണ് ലീഗ് എന്ന
ഒരു വിശകലനം തന്നെയാണ് വരുന്നത്. കാരണം കൂടുതൽ പട്ടണ പ്രദേശമായ അല്ലെങ്കിൽ നഗരാന്തരീക്ഷം നിൽക്കുന്ന ഈ പ്രദേശത്താണ് ലീഗിന് ഒരു വനിതാ സ്ഥാനാർത്ഥിയെ പരീക്ഷിക്കുവാൻ കഴിയുന്നത് എന്ന സ്ഥിതിവിശേഷമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 2016 അവിടെ MLA ആയിരുന്ന MK മുനീർ അദ്ദേഹം മറ്റൊരു മണ്ഡലത്തിലേക്ക് കൊടുവള്ളിയിലേക്ക് പോയതുകൊണ്ടാണ് ലീഗിന് ആ സീറ്റ് നഷ്ടപ്പെടേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. കൊടുവള്ളി ലീഗിന് വിജയിക്കുവാൻ കഴിഞ്ഞെങ്കിലും കോഴിക്കോട് സൗത്ത് നഷ്ടപ്പെടുകയായിരുന്നു. ഇപ്പോൾ MK മുനീർ സാറിൻ്റെ ആരോഗ്യനില വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരുപക്ഷെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള സാധ്യതയും വിരളമാണ്. അതുകൊണ്ട് ഫാത്തിമ തഹ്ലിക്ക് തന്നെയാണ് ആ മണ്ഡലത്തിലെ സാധ്യത എന്ന വിശകലനങ്ങൾ പുറത്തു വരികയാണ്. അങ്ങനെയെങ്കിൽ കോഴിക്കോട് സൗത്ത് ആദ്യമായി ഒരു വനിതാ സ്ഥാനാർത്ഥി വിജയിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും ഫാത്തിമ തഹ്ലിയിലൂടെ എന്ന ഒരു നിഗമനം വരികയാണ്. എന്തായാലും ഷാഫി ഇഫക്റ്റ് അത് നല്ലതുപോലെ വടകര ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന കോഴിക്കോട് ജില്ലയിലുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ പ്രതിധ്വനിക്കുന്നു എന്ന വലിയ ഒരു നിഗമനം മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഫാത്തിമ തഹ്ലിയുടെ ഒരു ഇഫക്റ്റ് അത് കോഴിക്കോട് സൗത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ വടകരയുടെ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന പ്രദേശങ്ങളിലൊക്കെ നാദാപുരം, കൊയിലാണ്ടി പോലുള്ള പ്രദേശങ്ങളിലൊക്കെ ഷാഫി ഇഫക്റ്റ് വലിയ രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന ഒരു നിഗമനം തന്നെ വരികയാണ്. എന്തായാലും ലോക്സഭാ ഇലക്ഷനിൽ മിക്കപ്പോഴും വലിയ നേട്ടം കോഴിക്കോട് ജില്ലയിൽ ഉണ്ടാകുന്ന UDFന്, കോൺഗ്രസ്സിന് അത് നിയമസഭാ ഇലക്ഷൻ നിലനിർത്തുവാൻ കഴിയുന്നില്ല എന്ന ഒരു ചർച്ച വരുന്നുണ്ട്. 2001 ശേഷം കോഴിക്കോട് നിന്ന് കോൺഗ്രസ്സിന് ഒരു MLA സ്വന്തം ചിഹ്നത്തിൽ ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. UDFന് മിക്കപ്പോഴും അവിടെ മുസ്ലിം ലീഗ്, കുറ്റ്യാടി മുതലായ പ്രദേശങ്ങളിൽ വിജയിക്കുവാറുണ്ടെങ്കിലും കോൺഗ്രസ്സിന് അവിടെ ഒരു MLA ഉണ്ടാകുന്ന സ്ഥിതിവിശേഷമില്ല. അത് കോൺഗ്രസ്സിന് ഒരു പക്ഷേ 2026 നിയമസഭാ ഇലക്ഷനോട് മാറ്റുവാൻ കഴിയും എന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ആകെ റിസൾട്ടുകൾ ചർച്ച ചെയ്യുമ്പോൾ കോൺഗ്രസ്സിന്, അതായത് UDFന്, കോൺഗ്രസ്സിനും മുസ്ലിം ലീഗിനും 11 നിയമസഭാ സീറ്റുകൾ വരെ വിജയിക്കുവാൻ കഴിയും എന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. വടകര, രമ വിജയിച്ചു വരുന്ന വടകര ഉൾപ്പെടെയാണ് ആ സീറ്റുകളുടെ എണ്ണം കൂട്ടുന്നത്. എന്തായാലും നിയമസഭാ ഇലക്ഷൻ്റെ ഒരു റിസൾട്ട് അത് തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ്റെ ഒരു പരിച്ഛേദനമായിരിക്കുമോ എന്നൊരു സംശയം ഇപ്പോഴും രാഷ്ട്രീയ വിശാരദന്മാർ പുലർത്തുന്നുണ്ട്. കാരണം കോഴിക്കോട് എന്ന് പറയുന്നത് LDFന് വലിയ അടിത്തറയുള്ള ഒരു ജില്ലയാണ്. പേരാമ്പ്ര പോലെ LDF വലിയ മെജോറിറ്റിയിൽ ജയിക്കുന്ന സീറ്റുകൾ അവിടെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDFന് ലീഡ് കിട്ടിയെങ്കിലും ആ സീറ്റ് UDFന് പിടിച്ചെടുക്കുവാൻ കഴിയുമോ എന്ന സംശയങ്ങളും വിവിധ തലങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട് എന്നത് വലിയ യാഥാർത്ഥ്യമാണ്. എന്തായാലും എത്ര സീറ്റുകൾ കിട്ടുമെന്ന് നിങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്തുക കോഴിക്കോട് നിന്ന്. പക്ഷേ കോഴിക്കോട് UDF നേട്ടമുണ്ടാക്കും എന്ന് തന്നെയാണ് വിലയിരുത്തൽ വരുന്നത്. പക്ഷേ ഇത്രത്തോളം സീറ്റുകൾ പോകുമോ എന്ന കാര്യത്തിൽ, UDFന് കിട്ടുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം 11ഓളം സീറ്റുകളാണ് ഇപ്പോൾ കോഴിക്കോട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ UDFന് കിട്ടും എന്ന് പറയുന്നത്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുകയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.